ഹായ്, നിങ്ങൾക്കെല്ലാം അറിയാം നമ്മളുടെ ബേസിക് കോഡിംഗ് ചലഞ്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അവസാനിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാരും നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് പ്ലേലിസ്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതായത് പല ആൾക്കാർ പല സജഷൻസ് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചതും അതായത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായ ഒരു പ്ലേലിസ്റ്റാണ് നമ്മൾ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് വെബ് ഡിസൈനിങ് വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള കണ്ടന്റ് ആണ്. വെബ്സൈറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക, അതിൻ്റെ ബേസിക് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ഈ വെബ്സൈറ്റ് ചെയ്തതിന് ശേഷം ആ വെബ്സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടി ആഡ് ചെയ്യും. അതായത് ആ ഡിജിറ്റൽ മാർക്കറ്റിൽ SEO എന്നുള്ള കൺസെപ്റ്റും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെബ്സൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ സീരീസ് നിങ്ങൾക്ക് നോക്കിയതോടുകൂടി എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുക, അതുപോലെ തന്നെ ആ വെബ്സൈറ്റ് വെച്ചിട്ട് അതിനെ SEO ചെയ്തിട്ട് നമുക്ക് എങ്ങനെ SEO പെർഫോം ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, വെബ്സൈറ്റ് നിങ്ങൾക്ക് ആദ്യം തന്നെ ഇപ്പോൾ പറയാം, ഞാൻ ഇങ്ങനെയാണ് വെബ്സൈറ്റ് നിർമ്മിക്കുക എന്നുള്ളത് ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം പറയുന്നത്, നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ ആദ്യം പഠിച്ചത് ബേസിക് ജാവ സ്ക്രിപ്റ്റിൽ നമ്മൾ പഠിച്ചത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പഠിച്ചത്, അല്ലേ? ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പക്ഷെ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ലാംഗ്വേജ് തന്നെയാണ്, പക്ഷെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, HTML എന്നുള്ള മാർക്കപ്പ് ലാംഗ്വേജ് ആണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം വെബ്സൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് മാർക്കപ്പ് HTML എന്നുള്ളത്. HTML എന്ന് വെച്ചാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് അതിനെ പറയുക. അതുപോലെ തന്നെ CSSഉം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെബ്സൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെബ് ഡിസൈനിങ് കഴിഞ്ഞാൽ കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ SEO ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് HTML, എന്താണ് CSS, ഇതൊക്കെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ബേസിക് മുതൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഫുള്ളായി, അതായത് ആദ്യം മുതൽ ഈ കാണുന്ന വീഡിയോ നിങ്ങൾ ഇത് മുതൽ മൊത്തം അവസാനം വരെ നല്ല രീതിയിൽ കാണുക. ഒരു കൺസിസ്റ്റൻസി എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ കാണുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജാവൻ്റെ ട്യൂട്ടോറിയൽ തുടങ്ങുമ്പോൾ തന്നെ ആദ്യമൊക്കെ നല്ല അടിപൊളി ആൾക്കാർ എന്ത് ചെയ്യുന്നു, നല്ല റെസ്പോൺസ് ആയിരുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇരുന്നു. പിന്നീട് വരുമ്പോൾ അവരെ കൺസിസ്റ്റൻസി നഷ്ടപ്പെടുന്ന പോലെ നമുക്ക് തോന്നി. പക്ഷെ ഇല്ല, അവർ കവർ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ വെബ് ഡിസൈനിങ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഡൗട്ട് വരിക ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റക്ക് ആവുകയോ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാം. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോയിട്ട് ജോയിൻ ചെയ്യുക. ഇപ്പം തന്നെ ജോയിൻ ചെയ്ത ശേഷം ഈ ഓരോ സീരീസ് ഇറങ്ങുമ്പോൾ, ഓരോ വീഡിയോസ് ഇറങ്ങുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവിടെ നേരിട്ട് നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ആയിട്ടോ അല്ല ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ ചോദിച്ചാൽ അപ്പം തന്നെ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും, പിന്നെ ആ വെബ്സൈറ്റ് വെച്ചിട്ട് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റ് ഉപയോഗിച്ചിട്ട്, അതായത് SEO ടൂൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മളുടെ ഒരു സീരീസ് ഉണ്ട്. അപ്പോൾ അത് നിർബന്ധമുള്ള ആൾക്കാർ, അതായത് മീൻസ് ബേസിക് പോലും ഇല്ലാത്ത ആൾക്കാർ അത് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഇതും കാണാം. കാരണം എന്താ വെച്ചാൽ, ഒരു ഡിജിറ്റൽ മാർക്കറ്ററിന് ഒരു വെബ്സൈറ്റ് ചെയ്യാനുള്ള സ്കില്ലും കൂടി ഉണ്ട് എന്നുള്ളത് അതൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു SEO ചെയ്യുമ്പോൾ ഒരു നോർമലി HTML CSS വെച്ചിട്ടുള്ള ഒരു വെബ്സൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ചെയ്ത വെബ്സൈറ്റിന് നിങ്ങൾക്ക് എന്തെങ്കിലും SEO കാര്യങ്ങൾ ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഡെവലപ്പറിൻ്റെ ആവശ്യമുണ്ട്. അതായത് വെബ് ഡിസൈനിങ് ചെയ്ത് ആ വെബ്സൈറ്റ് ചെയ്ത ആളുടെ ആവശ്യം വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തന്നെ പഠിച്ചാണെങ്കിൽ അതിൻ്റെ ആ ഒരു ആവശ്യം തന്നെ ഇല്ല. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സ്കില്ലപ്പ് ചെയ്യാൻ നോക്കുക. ഓക്കെ, സ്കില്ലൊന്ന് നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. കാരണം ഇതുപോലുള്ള നല്ല നല്ല കണ്ടൻസ് ഇറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് നമുക്കും വേണം. കാരണം എനിക്കറിയില്ല ഇതുപോലെ ഒരു ചാനൽ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ, നമ്മൾ നല്ല രീതിയിൽ, അതായത് വെബ് ഡിസൈനിങ്ങും അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സീരീസാണ് ഇത് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം വെബ് ഡിസൈൻ ഉണ്ടാവും, അതിന് ശേഷമാണ് എന്തുണ്ടാവുക, ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള കൺസെപ്റ്റ് SEO നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹോസ്റ്റിംഗും ഉണ്ട്. അതായത് ഇപ്പോൾ പല ആൾക്കാർ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. അതായത് ഞാൻ മീൻസ് വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ചോദിച്ചിരുന്നു. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൾക്കാരെന്നെ പല ആൾക്കാരും, അതായത് കുട്ടികളൊക്കെ ചോദിക്കുന്ന ഒരു സംശയമാണ്, എങ്ങനെ ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളത് അവർക്ക് അറിയില്ല. അതായത് എങ്ങനെ ഹോസ്റ്റ് ചെയ്യുക, നമ്മൾ ഹോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലെങ്ങനെയാണ് ഈ SEO കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക എന്നുള്ള രീതിയിൽ പല ആൾക്കാരും സംശയം ചോദിച്ചിരുന്നു. അപ്പോൾ
നിങ്ങൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കോളിലൂടെ പറയുന്നതിനേക്കാളും ഇതുപോലൊരു വീഡിയോ നിങ്ങൾക്ക് കിട്ടിയാൽ നല്ല രീതിയിൽ ഉപകാരപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ കൂടെ തന്നെ ആദ്യം മുതൽ ഇങ്ങനെ ജേർണി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിനുള്ള സംശയങ്ങളൊക്കെ എന്ത് ചെയ്യും, ക്ലിയർ ആയി കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ HTML ഞാൻ പറഞ്ഞു മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ളതാണ്. ഇപ്പം മറ്റേ നമ്മൾ ജാവ എന്നുള്ളത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ആ രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും, എന്താണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും എന്താണ് ഈ മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ള തമ്മിൽ വ്യത്യാസം എന്താണെന്നുള്ളത് അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം പറയുന്നത്, ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നുള്ളത് ഞാൻ ആദ്യം എൻ്റെ ജാവയുടെ ബേസിക് കോഡിങ് നമ്മൾ പറഞ്ഞിരുന്നു. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഒരു മെഷീനിന് മെഷീൻ എന്തറിയില്ല, ഈ നമ്മളെ ഹ്യൂമൻ ലാംഗ്വേജസ് ഒന്നും അറിയില്ല. അതായത് ഈ മെഷീൻ എന്താ വെച്ചാൽ ആകെ അറിയുന്നത് ഞാൻ പറഞ്ഞു ബൈനറി ലാംഗ്വേജ് ആണ്, അത് 0101 എന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് നമ്മൾ പറയും കോഡ് ചെയ്തിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. കോഡ് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ജാവയിലൊക്കെ ഓരോ കോഡ് എഴുതി, ആ കോഡിലൂടെയാണ് ഇവർക്ക് മെഷീനിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് അത് മെഷീനിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നുള്ളത് പറയുന്നത്. പക്ഷെ മാർക്കപ്പ് ലാംഗ്വേജ് വെച്ചാൽ, മാർക്കപ്പ് ലാംഗ്വേജ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ കണ്ടന്റ് ഇല്ലെങ്കിൽ ഒരു ഡാറ്റ എങ്ങനെ പ്രസന്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് ഒരു വെബ് പേജ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഇപ്പം നിങ്ങൾ കാണുന്ന ഫ്ലിപ്കാർട്ട് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, www.flipkart.com ഇല്ലെങ്കിൽ amazon.com അങ്ങനെയുള്ള മൾട്ടിപ്പിൾ വെബ് പേജിൽ, അതായത് ബ്രൗസറിൽ നിങ്ങൾ തുറന്ന് ചെയ്യുന്ന എല്ലാ ഇതും വെബ്സൈറ്റും, ആ വെബ്സൈറ്റിനൊക്കെ ഡാറ്റ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അത് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് തമ്മിൽ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. ഒന്നും കൂടി ഞാൻ പറയാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ മെഷീനിലേക്ക് എന്താണ് ചെയ്യാന്നുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പക്ഷെ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമ്മളൊരു വെബ് പേജിലേക്ക് എങ്ങനെയാണ് ഡാറ്റ ഡിസ്പ്ലേ ചെയ്യേണ്ടതും ഏത് രീതിയിലാണെന്നുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ളത്. അപ്പോൾ HTML മാർക്കപ്പ് ലാംഗ്വേജ് ആണെന്നുള്ളത് മനസ്സിലായി. ജാവ, പൈത്തൺ ഇതുപോലുള്ള ലാംഗ്വേജസും ഒക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ രണ്ടും രണ്ട് ഡിഫറെൻ്റ് ആണ്, മനസ്സിലായോ? അപ്പോൾ ഇതിൽ എങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ വീഡിയോസിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ ഞാൻ പറഞ്ഞു, വെബ്സൈറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ HTML അതുപോലെ തന്നെ CSS ആണ് വെബ് ഡിസൈൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ SEO, അതായത് ഈ പറഞ്ഞ വെബ്സൈറ്റ് നമ്മൾ SEO ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ആ സമയത്ത് എത്തുമ്പോൾ പറയാം. അതായത് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യണം, ഒരു ബിസിനസ്സിനെ അനലൈസ് ചെയ്യണം, പിന്നെ അതുപോലെ അതായത് കോമ്പറ്റീറ്റർ അനലൈസ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ഈ .txt പറഞ്ഞിട്ടൊരു ഫയൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും പറഞ്ഞു തരുന്നതാണ്. അതുപോലെ ടെക്നിക്കൽ SEO അടക്കം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സീരീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞത് വെബ് ഡിസൈനിങ് ആയിരിക്കും. അത് വെച്ച് നമ്മൾ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യും. ആ ഡിസൈൻ ചെയ്തതിന് ശേഷം പിന്നെയാണ് ഈ പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കിടക്കുന്നത്. ഓക്കെ, അതൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാരുണ്ടാവും, അതായത് പഠിക്കാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വെബ് ഡിസൈനിങ് പഠിക്കണം എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കീപ് വാച്ചിങ്.